നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താലയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. VT ബൽറാമിന് പകരം ഉയരുന്നത് OK ഫാറൂഖിന്റെയും CV ബാലചന്ദ്രന്റെയും പേരുകൾ. തൃത്താല നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ സജീവമാകുന്നു. മുൻ MLA ആയിരുന്ന VT ബൽറാമിന് പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖിനെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ തൃത്താലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ DCC പ്രസിഡന്റുമായിരുന്ന CV ബാലചന്ദ്രനെ രംഗത്തിറക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് വക്താവുമായ OK ഫാറൂഖിനെ നിയമസഭയിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നത്. കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിൽ VT ബൽറാമിന്റെ പേര് സജീവമായതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നും CV ബാലചന്ദ്രന്റെയും OK ഫാറൂഖിന്റെയും പേരുകൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച രാവിലെ വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത്. മേലെ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു നീക്കിയുള്ള പ്രവൃത്തികളാണ് തകൃതിയാക്കുന്നത്. ഇതോടൊപ്പം റബ്ബറൈസിംഗ് പ്രവൃത്തികളും നടത്തിവരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്രവൃത്തികളുടെ ഭാഗമായി പാതയിൽ ഗതാഗതം നിരോധിച്ചു. പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ യാത്രക്കാരും ദുരിതത്തിലാണ്. മേലെ പട്ടാമ്പി വരെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ടൗണിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട്. ടൗണിലെ ഗതാഗത നിയന്ത്രണം പെരുമുടിയൂർ, കൊടുമുണ്ട, പാലത്തറ റെയിൽവേ ഗേറ്റുകളിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നുണ്ട്. അതേസമയം പട്ടാമ്പി പന്തക്കപ്പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിന് ഗതാഗത നിയന്ത്രണം തടസ്സമാവില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. 84 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടപ്പാക്കുന്നത്. പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ നിലാശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ കൂടി ഇനി നടപ്പാക്കാനുണ്ട്. ഈ മാസത്തോടെ തന്നെ പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം വേഗത്തിൽ പുനരാരംഭിക്കാൻ നടപടിയാകുന്നു. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി നിർദ്ദേശം നൽകി. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തടസ്സപ്പെട്ട് കിടക്കുന്ന കുടിവെള്ള വിതരണം വേഗത്തിൽ പുനരാരംഭിക്കാനാവശ്യമായ നടപടികൾക്കാണ് നഗരസഭ നേതൃത്വം നൽകുന്നത്. പ്രവർത്തനം നടക്കുന്ന പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള അഴുക്കുചാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് പ്രവർത്തികൾ നടക്കുമ്പോൾ പൈപ്പ് പൊട്ടുന്നത് പതിവാണ്. ഇതാണ് കുടിവെള്ള വിതരണം മുടങ്ങുവാൻ ഇടയാക്കുന്നത്. ഇതിന് പരിഹാരം കണ്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. റോഡ് നവീകരണം നടക്കുന്ന വേളയിൽ തന്നെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗരത്തിലെ റോഡ് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നടക്കുന്ന സമയത്ത് പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സം പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംയുക്തമായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഇപ്പൊ 2 ദിവസം റോഡ് അടച്ചിടുന്നുണ്ട്. ആ 2 ദിവസത്തിനകം തന്നെ പട്ടാമ്പി ടൗണിലുള്ള ഡാമേജ് ആയിട്ടുള്ള മുഴുവൻ പൈപ്പ് ലൈന് മാറ്റി സ്ഥാപിച്ച് കുടിവെള്ളം ബുധനാഴ്ച രാത്രിയോടുകൂടി കുടിവെള്ള വിതരണം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന് അപ്പുറത്താണ് പട്ടാമ്പി നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം ചെയ്യുന്ന 2 പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പൈപ്പുകൾ നിലവിൽ പ്രവർത്തനം നടക്കുന്ന റോഡിന് അരികിലൂടെയാണ് കടന്നു പോകുന്നത്. റോഡ് നവീകരണത്തോടൊപ്പം തന്നെ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചുകൊണ്ടുള്ള കുടിവെള്ള വിതരണം വേഗത്തിൽ പുനഃസ്ഥാപിക്കുവാനുള്ള
നടപടികളാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ചാലിശ്ശേരിയിൽ സമാപിച്ച 13ാമത് ദേശീയ സരസ് മേളയിൽ വിപണന ഭക്ഷണ സ്റ്റാളുകൾക്ക് റെക്കോർഡ് വിറ്റുവരവ്. ഫുഡ് കോർട്ടിൽ നിന്ന് 1.91 കോടി രൂപയും വിപണന സ്റ്റാളുകളിൽ നിന്ന് 12.06 കോടി രൂപയും ഉൾപ്പെടെ 14 കോടിയോളം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രദർശന വിപണന സ്റ്റാളുകളിലും പെയ്ഡ് സ്റ്റാളുകളിലുമായി ആകെ 12.06 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്ന മേളയുടെ 9ാം ദിനത്തിൽ 1.27 കോടി രൂപ വിപണന സ്റ്റാളുകളിൽ നിന്ന് ലഭിച്ചു. ഫുഡ് കോർട്ടിൽ നിന്ന് ആകെ 1.91 കോടി രൂപയാണ് ലഭിച്ചത്. സമാപന ദിവസമായ 11-ന് മാത്രം 31.91 ലക്ഷം രൂപയുടെ ഭക്ഷണപദാർത്ഥങ്ങൾ വിറ്റഴിച്ചു. മേളയിലെ പ്രധാന ആകർഷണമായിരുന്ന അട്ടപ്പാടി വനസുന്ദരി സ്റ്റാളുകളിൽ നിന്ന് മാത്രമായി 38.41 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടായി. ആകെ 273 പ്രദർശന വിപണന സ്റ്റാളുകളും 31 ഫുഡ് സ്റ്റാളുകളും 21 പെയ്ഡ് സ്റ്റാളുകളുമാണ് മേളയിലുണ്ടായിരുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് ചാലിശ്ശേരിയിലെ സരസ് മേള. രുചിയും തിരക്കും ഒത്തുചേർന്ന ഫുഡ് കോർട്ടിൽ പ്രവർത്തിച്ച ഇവർ കൂട്ടായ്മയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കരുത്താണ് സ്വന്തമാക്കിയത്. ആനക്കര CDS അംഗവും പഞ്ചായത്ത് ഹരിതസേന പ്രസിഡന്റുമായ കെ സൈനബയുടെ നേതൃത്വത്തിൽ 76 പേർ അടങ്ങിയ കുടുംബശ്രീ അംഗങ്ങളാണ് ഫുഡ് കോർട്ടിൽ സജീവമായി പ്രവർത്തിച്ചത്. ലീഡർ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി നിന്നത് വിജയത്തിന്റെ രഹസ്യമെന്ന് ലീഡർ സൈനബ പറഞ്ഞു. സജീവമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ അത് അനുസരിക്കും. കാരണം നമ്മൾ അവരുടേതായ ഒരു ഇഷ്ടത്തിന് സാറന്മാരും തന്നെ നല്ല സപ്പോർട്ട്. എന്ത് പറഞ്ഞാലും സാറന്മാരോട് ഞാൻ ഓക്കെ പറയുള്ളൂ, എനിക്ക് വയ്യാന്ന് പറയില്ല, അതാരോടും. ശുചിത്വവും സേവനവും ഒരുപോലെ മുൻനിർത്തിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയുടെ സംഘാടക ശേഷി ഇവർ തെളിയിച്ചു. ഇവരിൽ കന്നഡ, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുള്ള 3 പേർ ഉണ്ടായത് ഇതര സംസ്ഥാന സ്റ്റാളുകളുമായി ആശയവിനിമയം നടത്താനും സഹായകരമായി. ഇതോടെ ഏകോപനവും സേവനവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനായി സാധിച്ചതായും ഫുഡ് കോർട്ടിലെത്തുമ്പോൾ എല്ലാം മറന്നുള്ള സന്തോഷമാണെന്നും കുടുംബശ്രീ അംഗം സുമലത നാഗലശ്ശേരി പറഞ്ഞു. അടിപൊളിയാണ്, പുതിയൊരു അനുഭവമാണ്. അറിയാത്ത കൂട്ടുകാരെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ 10 ദിവസം എങ്ങനെ പോയി ഞങ്ങൾക്ക് അറിയില്ല. അത് ഭയങ്കര ഇനിയും കൂടുതൽ സരസ്മേളകളിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുകയാണ് 76 അംഗ കൂട്ടായ്മ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ബാക്കിയുള്ള അംഗങ്ങള് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട്. അവര് പറയുന്ന താത്ത ഞങ്ങൾക്ക് വേറെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പോരാൻ തയ്യാറാ, താത്ത ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായാൽ മതി എന്നവർ. കൊലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന വ്യാജമദ്യം പിടികൂടി. സംഭവത്തിൽ ഒരാളെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൊലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന വ്യാജമദ്യം പട്ടാമ്പി എക്സൈസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചുണ്ടമ്പറ്റ പാതിരിക്കോട് വീട്ടിൽ നിനൂബിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് 29 വയസ്സാണ്. 2 ലിറ്റർ വ്യാജമദ്യമാണ് ഓട്ടോറിക്ഷയിൽ നിന്നും കണ്ടെത്തിയത്. ഓട്ടോറിക്ഷയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെയും സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KO പ്രസന്നൻ, സൽമാൻ റസാലി, K മണികണ്ഠൻ, പ്രിവന്റീവ് ഓഫീസർ ദേവകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ നന്ദു എന്നിവരും ഉണ്ടായിരുന്നു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം വ്യാഴാഴ്ച തുടങ്ങും. താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകി നടത്തുന്ന ഉത്സവ നാളുകളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി 15 മുതൽ 22 വരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി വരുന്നു. ചടങ്ങുകളുടെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഉത്സവ കൊടിയേറ്റം നടക്കുക. താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് നടത്തുന്നത്. ഇതോടൊപ്പം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിശേഷ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രിമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും.
ഉത്സവ ദിനങ്ങളിൽ വിപുലമായ പ്രസാദൂട്ടും ഒരുക്കിയിട്ടുണ്ട്. 4ാമത് നാഷണൽ ലെവൽ വുഷു ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ ഫിസ നസറിൻ, ദിയാലക്ഷ്മി, ഫാത്തിമ, ഷിഫാന എന്നിവരെ SDPI തളി ബ്രാഞ്ച് ആദരിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് സൈനുദ്ദീൻ രാമഞ്ചിറ, സെക്രട്ടറി റാഷിദ് കൊറ്റുപുറം എന്നിവർ വിജയികൾക്ക് മൊമെന്റോ നൽകി. റഷീദ് മന്ദിയിൽ, നിഷാദ് കൊറ്റുപുറം, ഫാസിൽ, മുസ്തഫ എന്നിവരും പങ്കെടുത്തു. ചരമം. കട്ടിൽമാടത്ത് ഓലഞ്ചേരി വളപ്പിൽ രാമൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. കട്ടിൽമാടം സരിക പന്തൽ വർക്ക്സ് ഉടമയാണ്. പരേതയായ പാറുക്കുട്ടിയാണ് ഭാര്യ. രാജീവ്, രാജേഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.